ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ തട്ടുകടയിലെ രാജാവായിട്ടുള്ള മുട്ടക്കൽ മസാല ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി, വലിയ ജീരകം, തേങ്ങ ഇട്ടിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അരിപ്പൊടി നന്നായിട്ട് വേവിച്ച് കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 4 വെല്ലുള്ളി ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, കുറച്ച് കരിവേപ്പില ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. 2 മുട്ട വേവിച്ചത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചാൽ നമ്മളെ മാവ്, പിന്നെ കുറച്ച് എണ്ണ കൊടുക്കുക. കയ്യിൽ നന്നായിട്ട് എണ്ണ പരത്തി കൊടുക്കുക. എന്നിട്ട് മാവിന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് തന്നെ നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് 2 അറ്റവും പിടിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക, നമ്മളെ ഉന്നക്കായൻ്റെ ഒക്കെ ഷേപ്പിൽ. അങ്ങനെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ മുട്ടക്കൽമാസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ടേസ്റ്റി ആക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ മുട്ടക്കൽമാസ് ഇതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്താൽ മതി. ഞാനൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എൻ്റെ കെട്ടിയവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം കാലിയാവുന്ന വഴി അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ബൈ.